പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സാമ്പത്തികമായി പോലും ആടിയുലയുന്നത് ഇറാൻ തന്നെയാണ്. കൂടുതൽ പ്രതിസന്ധികൾ ഇറാൻ തരണം ചെയ്യേണ്ടി വരുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം നിലവിൽ കടലിലുള്ള ഇറാന്റെ എണ്ണശേഖരം ചുരുങ്ങിയ കാലയളവിലെങ്കിൽ പോലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കില്ല എന്ന വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും അവർ ഇന്ധനയിൽ, അതായത് അവരുടെ എണ്ണശേഖരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവർ നേരിടുന്നതായി തന്നെയുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. കാരണം ഇറാന്റെ പ്രധാന വരുമാന മേഖലയാണ് ഇത്തരത്തിൽ ഈ ഒരു എണ്ണ ശേഖരവുമായി ബന്ധപ്പെട്ട് അവർ അതിലൂടെ തന്നെ സമ്പാദിക്കുന്നത്. എന്നാൽ ഈ ഒരു സമ്പാദത്തിന് അല്ലെങ്കിൽ ഇത്തരം ഒരു അവരുടെ എണ്ണ ശേഖരത്തിൽ കുറവുണ്ടാവുകയും ഇവരുടെ സാമ്പത്തികമായി പോലും പ്രതിസന്ധി നേരിടുന്നു എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഉപരോധം ബാധിക്കാത്തത് ഗൾഫ് മേഖലയ്ക്ക് പുറത്ത് ഏകദേശം 15.4 കോടി ബാരൽ എണ്ണ ഇറാന് സ്റ്റോക്കുണ്ട് എന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധത്തിലൂടെ ഇറാന് പ്രതിദിനം 435 ദശലക്ഷം ഡോളർ, അതായത് ഏകദേശം 4081 കോടി രൂപ വരെ നഷ്ടമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം, ഈ ഒരു കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് വാൾ സ്ട്രീറ്റ് ജേണൽ അവർ പങ്കുവച്ച റിപ്പോർട്ടിൽ നിന്നാണ്. മാത്രമല്ല, ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് ഹോർമൂസിലെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ഉപരോധം എണ്ണ, വളം, ഭക്ഷണം തുടങ്ങിയ ചരക്കുകളുടെ നീക്കത്തെ തടസ്സപ്പെടുത്തുവാനും പണപ്പെരുപ്പത്തിന് കാരണമാകുവാനും ഇവിടെ ഇടവെച്ചേക്കാവുന്ന ഒരു വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ഉപരോധം എത്രത്തോളം ശക്തമായിരിക്കുമെന്നും ഇറാന്റെ ഹോർമോസിന് പുറത്തുള്ള പാതയായ അതുപോലെ ജാസ്ക് ടെർമിനൽ വഴി എണ്ണ കയറ്റുമതി എത്രത്തോളം സാധ്യമാകും എന്നതിനെ അടിസ്ഥാനമാക്കിയാകും നഷ്ടവും ലാഭവും വിലയിരുത്തുക എന്നതാണ് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത്. പേർഷ്യൻ കടലിടുക്കിലെ പ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴി അത് ഒഴിവാക്കി എണ്ണ കയറ്റുമതി ചെയ്യാനായി ഇറാൻ നിർമ്മിച്ചതാണ് ഈ ഒരു പാത. യുദ്ധമോ മറ്റ് സംഘർഷങ്ങളോ കാരണം ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടേണ്ടി വന്നാലും എണ്ണ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇത് ഇറാനെ കൂടുതലായി തന്നെ സഹായിക്കുമെന്നതാണ് വസ്തുത. അതേപോലെ തന്നെ ബുഷേഹർ പ്രവിശ്യയിലെ ഘോറെ അതിൽ നിന്ന് ഒമാൻ കടലിടുക്ക് വഴി ഈ ഒരു തുറമുഖം വരെയാണ് ഈ പൈപ്പ് ലൈൻ നീളുന്നത്. ഏകദേശം 1000 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പ്രതിദിനം 1 ദശലക്ഷം ബാരൽ എണ്ണ എത്തിക്കാനുള്ള ശേഷിയാണ് ഈ പദ്ധതിയിലൂടെ തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ ജാസ് തുറമുഖത്ത് വലിയ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ടെർമിനലുകളും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയേണ്ടത്. അതേപോലെ തന്നെ പെട്രോ കെമിക്കലുകളുടെയും അസംസ്കൃത എണ്ണകളുടെയും കയറ്റുമതിയിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് പ്രധാനമായും ഇറാനെ ബാധിക്കാൻ ഒരുങ്ങുന്നത്. ഹോർമൂസിൽ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം ഇന്നലെ മുതലാണ് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നതും. ഇറാനുമായി നടത്തിയ നിർണായക ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കടൽ മാർഗങ്ങൾ അമേരിക്കൻ നാവികസേന ഉപരോധിക്കുമെന്ന് US ഇവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ കപ്പലുകൾ അടുത്തേക്ക് എത്തിയാൽ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി മുഴക്കുന്നത്. ഇറാൻ കപ്പലുകളെയും അതേപോലെ തന്നെ ഇറാന് ടോൾ നൽകുന്ന കപ്പലുകളെയും തടയുമെന്നും ട്രംപ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് ഉപരോധിച്ചാൽ ഗൾഫ് തുറമുഖങ്ങളിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.